തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യനാണ് മരിച്ചത്. തേനെടുക്കാൻ കാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇന്ന് ഒരു വിഷുപ്പുലരിയായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ദാരുണമായ വാർത്ത തന്നെ ആദ്യം നൽകേണ്ടത് ഏറെ നിർഭാഗ്യകരം എന്ന് തന്നെയാണ്. വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് ലെവിൻ? സ്വാതി, അത്യന്തം ദുഃഖകരമായി തന്നെ വേണം ഇന്നത്തെ വാർത്താദിനം നമുക്ക് തുടങ്ങേണ്ടി വരുന്നത്. സംസ്ഥാനത്ത് വന്യജീവി മനുഷ്യ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വാർത്ത. ഇന്നലെ രാത്രിയാണ് അപകടം സംഭവിച്ചത്. തൃശൂർ അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ 20 വയസ്സുകാരനായിട്ടുള്ള സെബാസ്റ്റ്യൻ എന്ന യുവാവാണ് ആനയുടെ കാട്ടാന കലിക്ക് മുന്നിൽപ്പെട്ട് ജീവൻ പൊലിയേണ്ടി വന്നത്. ഇന്നലെ രാത്രി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി മറ്റുള്ള ആളുകൾക്കൊപ്പം വനത്തിലേക്ക് പോവുകയായിരുന്നു. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന യുവാവ് സെബാസ്റ്റ്യൻ, ഇദ്ദേഹം മറ്റുള്ള ആളുകൾക്കൊപ്പം, ബന്ധുക്കളടക്കമുള്ള ആളുകൾക്കൊപ്പമാണ് വനത്തിലേക്ക് പോയത്. രാത്രികാലങ്ങളിൽ വനത്തിൽ പോകുന്നതും വനവിഭവങ്ങൾ ശേഖരിക്കുകയും രണ്ട് ദിവസങ്ങളോളം താമസിച്ച് ശേഖരിച്ച് തിരിച്ച് നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയും ഉപജീവനം നടത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾ തന്നെയാണ് ഈ മേഖലയിലുള്ള ആദിവാസികളിൽ ഏറെ പേരും. ഇതിന്റെ ജോലിയുടെ ഭാഗമായി ഇന്നലെ വനത്തിൽ പോകുമ്പോൾ ഈ വനപാതയ്ക്കരികിൽ, എന്നാൽ വനത്തിലോട്ട് പൂർണ്ണമായും പ്രവേശിക്കുന്ന ഭാഗമല്ല, വനത്തോട് ചേർന്നുള്ള ഇവർ താമസിക്കുന്ന ഉന്നതിയോടടുത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് പതുങ്ങി നിന്നിരുന്ന ആന തുമ്പിക്കൈ കൊണ്ട് യുവാവിനെ ചുഴറ്റി പിടിക്കുകയും ചുഴറ്റി നിലത്തടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നടക്കം അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 9:30 സംഭവം. ആന ഏറെ നേരം കലി പൂണ്ട് ആ പ്രദേശത്ത് നിൽക്കുകയും നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തി ആനയെ തുരത്തുകയുമായിരുന്നു. അതിനുശേഷമാണ് യുവാവിനെ അടുത്തേക്ക് എത്താറായത്. അപ്പോഴേക്കും ഈ സംഭവത്തിൽ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നു, ജീവൻ നഷ്ടമായിരുന്നു. തുടർന്ന് ഏറെ നേരം ഉന്നതിയിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുവന്ന് കാത്തിരുന്നതിന് ശേഷമാണ് വനമേഖലയായതുകൊണ്ട് തന്നെ പോലീസിനും മറ്റ് സംവിധാനങ്ങൾക്കും ഇവിടേക്ക് എത്താനായത്. രാത്രി 9:30 മരണം നടന്ന ഏകദേശം 11 മണിയോടുകൂടിയാണ് യുവാവിന്റെ മൃതദേഹം ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചാലക്കുടി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവം, ദാരുണമായ ഒരു മരണമാണ് കാട്ടാനക്കലിയിൽ നഷ്ടമായിരിക്കുന്നത്. സ്വാതി. ശരി ലെവിൻ, തൃശൂർ അതിരപ്പള്ളിയിലാണ് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചത്. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യനാണ് മരിച്ചത്. തേനെടുക്കാൻ കാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്.